ഹായ്, ഷജീസ് വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഞാൻ ഷജീല ഹലീമ, മൈൻഡ് പവർ ട്രെയിനറാണ്, അതുപോലെ തന്നെ ഒരു ലൈഫ് കോച്ചാണ്. ഞാൻ പറഞ്ഞിരുന്നതിന് ഷോർട്ട് ചെയ്തിരുന്നു ഒരു അടിപൊളി പ്രെയറിനെ കുറിച്ചിട്ടല്ലേ, ഓപ്പൺ ഓപ്പോ പ്രെയർ. ഇത് 100% സക്സസ് കിട്ടുന്ന, ഇമ്മീഡിയറ്റ്ലി ഫലം തരുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് കേട്ടോ. എന്തിനാണ് ഇത് പറഞ്ഞിരുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ പ്രയോജനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുക. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു ശരിക്കും ഒരു ലാസ്റ്റ് യെസ്റ്റർഡേ നടന്ന ഒരു എക്സ്പീരിയൻസും കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ പ്രെയർ എന്നല്ലേ, 4 വേർഡേ ഉള്ളൂ. ഇന്നലെ ഞാൻ ഇതുപോലെ ആദ്യം ഈ പ്രെയറിനെ കുറിച്ച് പറയാം. അപ്പോൾ ഈ പ്രെയർ എന്ന് പറയുന്നത്, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. മനസ്സിരുത്തി മനസ്സുറച്ച് നിങ്ങൾ ആ പ്രെയർ നിങ്ങൾ ശീലിക്കുക, നിങ്ങൾ പറയുക. എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം നടക്കാതിരിക്കുമ്പോൾ, വർഷങ്ങളായിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് 10-16 വർഷം കൊണ്ട് നടക്കാതിരുന്ന ഒരു കാര്യം ഈ ഒരു പ്രെയർ യൂസ് ചെയ്ത് പുള്ളിക്കാരി മാനിഫെസ്റ്റ് ചെയ്തെടുത്തു. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയുക. ഇന്നലെ എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയോ? ഇന്നലെ ഞങ്ങൾ ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾ UK-യിലാണ്. ഞങ്ങൾ നാട്ടിൽ വന്നു വെക്കേഷന് വേണ്ടിയിട്ടും, പിന്നെ ഒരു ഹെൽത്ത് ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു. അപ്പം ഈ റെയിൽവേ ക്രോസ് മീൻസ് കുറേ സമയം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റെയിൽവേ ക്രോസ് ട്രെയിൻ പോയി. എന്നിട്ട് റെയിൽവേ ക്രോസ് ഓപ്പൺ ചെയ്തു. റെയിൽവേ ക്രോസ് ഓപ്പൺ ചെയ്ത് വണ്ടികൾ നിങ്ങൾക്ക് അറിയാമല്ലോ, റെയിൽവേ ക്രോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു കൺജഷൻ ആയിട്ടുള്ളൊരു സമയം. ഈ സമയത്ത് കുറച്ച് വണ്ടികൾ കടന്നു പോയപ്പം ഗേറ്റ് അവരിങ്ങനെ അടയ്ക്കുവാണ്. ഗേറ്റ് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഏകദേശം അപ്പോഴത്തേനും ഞങ്ങൾ എന്ത് ചെയ്ത് ഏകദേശം മിഡിലെത്തി. എൻ്റെ മാനുവൽ വണ്ടിയാണ് ഞങ്ങളുടെ ഉള്ളത്. ഈ മിഡിലെത്തിയപ്പം ഈ വണ്ടി സ്റ്റോപ്പായി. അവർ ഗേറ്റും താഴ്ക്കണം. അവർക്കും ഒന്നും ചെയ്യാൻ വയ്യ, ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ വയ്യ. എനിക്കറിയത്തില്ല, ഞങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്ന എൻ്റെ ഫാമിലിയാണ് കൂടി ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ശരിക്കും പഠിച്ചവനെ ഇനി ചെയ്യുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ പ്രെയറിൻ്റെ കാര്യം ഓർമ്മ വന്നു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് മനസ്സുരുക്കി. കാരണം നിമിഷങ്ങളേ ഉള്ളൂ നമുക്കവിടെ. 4 പേരുണ്ട്, എൻ്റെ 2 കുട്ടികളുണ്ട്, ഹസ്ബൻഡുണ്ട്, ഞാനും ഉണ്ട്. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. എൻ്റെ മനസ്സിൽ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടായി കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ പ്രെയർ ഞാനൊരു 3-4 പ്രാവശ്യം ഞാൻ പറഞ്ഞു. 4 പ്രാവശ്യം കൊണ്ട് പറഞ്ഞു തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ നമ്മൾ കീ ഒന്ന് ഇതാക്കി നോക്കിയപ്പോഴത്തേനും അൽഹംദുലില്ലാ അത് സ്റ്റാർട്ടായി. ഞങ്ങൾ പെട്ടെന്ന് റെയിൽവേ ക്രോസിൽ പോയി. അതായത് ഒരു മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞങ്ങൾ 4 പേരുടെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം റെയിൽവേ ക്രോസിൽ നിൽക്കുന്ന അവരെ എന്ത് ചെയ്യാനാണ്? ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ പുറത്തോട്ട് വിടണോ, വണ്ടി നീക്കണോ, ഏതാണെന്നറിയില്ല. എല്ലാവരും അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ തടിച്ചു കൂടി. കാരണം ട്രെയിൻ ഏകദേശം നെക്സ്റ്റ് സ്റ്റേഷനിൽ ആയിട്ടുണ്ട്. അത് എന്താ പറയുക, ആ ചെങ്കൊടിയൊക്കെ അവർ കാണിക്കുന്നു. എല്ലാം എനിക്ക് അറിയില്ല, എനിക്ക് എങ്ങനെ നിങ്ങളോട് അത് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പ്രെയർ ഉണ്ടല്ലോ, ഇത് വളരെ വളരെ റിസൾട്ട് തരുന്ന ഈ ഒരു അനുഭവം കൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ക്രൂസ് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞു. കുറച്ചവനെ ഇത്രയും എന്ത് പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. നമുക്ക് എന്താ പറയുക, ഒരിക്കലും നിങ്ങൾക്ക് അത് ഫേസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ അവിടെയും എൻ്റെ മൈൻഡിൽ അചഞ്ചലമായ ഒരു വിശ്വാസം, എൻ്റെ പ്രകൃതി ശക്തി എന്നോടൊപ്പമുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത, അതുപോലെ ആ പ്രെയർ ഐ ആം സോറി. അപ്പം എനിക്ക് മനസ്സിലായി നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് അവിടെ. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കണം. നമ്മൾ ക്ഷമ ചോദിച്ചു, നമ്മൾ സോറി പറഞ്ഞു, ക്ഷമ ചോദിച്ചു. പിന്നെ നമ്മൾ എന്താ ചെയ്തേ? താങ്ക് യു പറഞ്ഞു, അതിന് നന്ദി പറഞ്ഞു. എന്നിട്ട് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രകൃതി ശക്തിയെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങും. ഐ ലവ് യു. ഈ ഒരു പ്രെയറിന് ഇതിന് ഭയങ്കരമായിട്ടുള്ള പ്രയോജനങ്ങളുണ്ട് കേട്ടോ. മീൻസ് ബെനിഫിറ്റ് എത്ര പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾ മൈൻഡിൽ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ
മൈൻഡിൽ അത് കൊണ്ടുവന്ന് അത് ലഭിച്ചതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് എന്നിട്ട് നിങ്ങൾ ഈ പ്രെയർ ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. നടക്കാത്ത ഒരു കാര്യമില്ല കേട്ടോ. അത്രയും എനിക്ക് 100% എനിക്ക് ശരിക്കും ഞാനത് അനുഭവിച്ചറിഞ്ഞ ആളാണ്. ഞാൻ ഈ ഒരു എക്സ്പീരിയൻസിനെ പെട്ടെന്ന് ഈ പ്രെയർ നിങ്ങൾക്ക് തരണം, നിങ്ങളുടെ വീഡിയോയിൽ കൂടി നിങ്ങൾ അറിയിക്കണമെന്ന് എനിക്ക് വളരെ മുന്നേ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം ആ ഒരു സംഭവം നടന്നപ്പോൾ ഉണ്ടല്ലോ, ഇത് ഇനി വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഇനി ബാക്കി എന്തൊക്കെ ടെക്നിക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ പ്രെയർ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ആ ഒരു തോട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഞാൻ ആ വീഡിയോ ചെയ്യുകയാണ്. കാരണം ഇൻസ്റ്റൻ്റായിട്ട് ഓൺ ദ സ്പോട്ടിൽ റിസൾട്ട്, അതും 4 ജീവൻ രക്ഷിക്കാനുള്ള ആ ഒരു പ്രെയർ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് മനസ്സാന്നിധ്യം കൈവിട്ട് പോകും. ആ ഒരു സിറ്റുവേഷനിൽ ആ ക്രോസും ആ ഗേറ്റ് താഴേക്ക് വന്നു, ചിലപ്പോൾ അവർക്ക് താഴേക്ക് ആക്കാൻ പറ്റത്തില്ല. പക്ഷെ ട്രെയിൻ പോയെങ്കിലും ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പ്രകൃതി ശക്തി എത്രത്തോളമാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രെയറിൻ്റെ ശക്തിയാണ് അവിടെ. ആ ഒരു പ്രെയറിൻ്റെ ശക്തി നിങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ പ്രെയർ നിങ്ങൾക്ക് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക അധമമായ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ളപ്പോൾ നമ്മൾ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷനിലെ ഒരു ടെക്നിക്കും ബാഡായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യല്ലേ, ദയവ് ചെയ്ത്. എന്നിട്ട് ആ ടെക്നിക്കിന് നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കല്ലേ, അത് ഫലിക്കുന്നില്ല. അങ്ങനെ ജെന്യൂനായിട്ടുള്ള നമുക്ക് നേടേണ്ടുന്ന കാര്യങ്ങൾ, നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങൾ യൂസ് ചെയ്യും, ഈ പ്രെയർ നിങ്ങൾ യൂസ് ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രെയർ എന്ന് പറഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതിൻ്റേതായിട്ടുള്ള വാല്യൂ നിങ്ങൾ കൊടുക്കണം, അതിന് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. ആ പ്രെയറിന് 4 വേർഡേ ഉള്ളൂ. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇങ്ങനെ 4 വേർഡ് തീർച്ചയായിട്ടും നമ്മൾ പടച്ച റബ്ബിലേക്ക് അല്ലെങ്കിൽ പ്രകൃതി ശക്തിയിലേക്ക് എല്ലാം സമർപ്പിക്കുക അവിടെ ചെയ്യുന്ന. അവിടത്തോട് നമ്മൾ സോറി പറയുകയാണ്, അവിടത്തോട് നമ്മൾ ഫോർഗീവിനെ തേടുവാണ്. എന്നിട്ട് നമ്മൾ അവർക്ക് താങ്ക് യു പറയുകയാണ്. എന്നിട്ട് നമ്മൾ ആ പ്രകൃതി ശക്തിയിലേക്ക് കൂടുതലായിട്ട് നമ്മൾ അലിഞ്ഞു ചേരുവാണ്. നമ്മൾ അവിടെ എന്താ പറയാൻ, അഗാധമായ സ്നേഹം നമ്മൾ ആരോട് കാണിക്കുന്നു, നമ്മൾ പ്രകൃതി ശക്തിയോട് കാണിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനുള്ളത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, സെൽഫ് ലവ് ആണല്ലോ നമ്മളെ സ്നേഹിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ പ്രപഞ്ച ശക്തിയാണ്. പ്രകൃതി ശക്തിയിലേക്കാണ് നമ്മൾ ആശ്രയം തേടേണ്ടത്. തീർച്ചയായിട്ടും ഈ പ്രെയർ എല്ലാവരും പരീക്ഷിക്കുക. നിങ്ങൾ പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ കൂടി നിങ്ങൾ എന്നെ അറിയിക്കുക. തീർച്ചയായിട്ടും ഇതുപോലെ നല്ല 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 ടെക്നിക്കുകളുമായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള പുതിയ പുതിയ ടെക്നിക്കുകൾ ഞാൻ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് ഫലം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയുള്ളൂ. അത് 100% ഉറപ്പാണ്. ഞാനല്ലാതെ ബുക്കിൽ വായിച്ച് കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ട് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തൊക്കെയാണോ എനിക്ക് നേട്ടം തന്നത്, എനിക്ക് 100% റിസൾട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്കറിയാം, നമുക്ക് ആവശ്യങ്ങളില്ലാത്ത ഒറ്റ ആൾക്കാരും ഇല്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടക്കാതെ എത്ര തന്നെ നമ്മൾ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് നടക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിന് എല്ലാത്തിനുമുള്ള ഒരു വൺ ടൈം സൊല്യൂഷനാണ് ഈ പ്രെയർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ.